അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ നഹ്മദുഹു വനുസല്ലി അലാ റസൂലിഹിൽ കരീം അമ്മാ ബഅദ്. ബഹുമാനികളെ, വളരെ പ്രധാനപ്പെട്ട ദിനങ്ങളിലേക്ക് നമ്മൾ അടുത്തുകൊണ്ടിരിക്കുകയാണ്. വളരെ പ്രധാനപ്പെട്ട ദിനം എന്ന് പറയുമ്പോൾ ഒരു വർഷത്തെ മുഴുവൻ ദിവസങ്ങളിൽ ഏറ്റവും അള്ളാഹുവിൻ്റെ അടുക്കൽ പ്രിയങ്കരമായ ദിനരാത്രങ്ങൾ. വിശുദ്ധ ഖുർആനിൽ സൂറത്തുൽ ഫജ്റിൻ്റെ തുടക്കത്തിൽ അള്ളാഹു പറഞ്ഞു, വൽ ഫജ്ർ, പ്രഭാതത്തെ തന്നെയാണ് സത്യം, വലയാലിൻ ആശർ, 10 രാവുകളെ തന്നെയാണ് സത്യം. ഈ 10 രാവുകൾ ഇബ്നു അബ്ബാസ് റളിയല്ലാഹു തആല അൻഹുവിൻ്റെയും ഇബ്നു സുബൈർ റളിയല്ലാഹു തആല അൻഹുവിൻ്റെയും ധാരാളം സലഫുസാലിഹുകളായ പണ്ഡിതന്മാരുടെ അഭിപ്രായ പ്രകാരം ദുൽഹജ്ജിൻ്റെ ആദ്യത്തെ 10 ദിനരാത്രങ്ങളാണ് എന്നാണ്. ആദ്യത്തെ 10 ദിനരാത്രങ്ങളെ സംബന്ധിച്ച് മഹാനായ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ ഇപ്രകാരം പറയുകയുണ്ടായി, മാമിൻ അയ്യാമിൻ അൽ അമലു സ്വാലിഹു ഫീഹാ അഹബ്ബു ഇലല്ലാഹി മിൻ ഹാദിഹിൽ അയ്യാം. അള്ളാഹുവിൻ്റെ അടുക്കൽ പുണ്യകർമ്മങ്ങൾക്ക്, സൽക്കർമ്മങ്ങൾക്ക് അള്ളാഹുവിൻ്റെ അടുക്കൽ ഏറ്റവും പ്രിയമുള്ളതായിട്ട് ഈ 10 ദിനരാത്രങ്ങളെക്കാൾ മറ്റൊരു ദിനവുമില്ല എന്ന് പറഞ്ഞാൽ അള്ളാഹുവിന് ഏറ്റവും പ്രിയങ്കരമാണ് ഈ 10 ദിവസങ്ങളിൽ ചെയ്യുന്ന സൽക്കർമ്മങ്ങൾ. പ്രവാചകരോട് സഹാബികൾ ചോദിച്ചു, വലൽ ജിഹാദു ഫീ സബീലില്ല, പ്രവാചകരെ, അള്ളാഹുവിൻ്റെ മാർഗത്തിൽ സമരം ചെയ്യുന്ന ജിഹാദിനും ഇത്രയേറെ പ്രതിഫലമില്ലേ? പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങൾ മറുപടി പറയുകയുണ്ടായി, വലൽ ജിഹാദു ഫീ സബീലില്ല, അള്ളാഹുവിൻ്റെ മാർഗത്തിലുള്ള ജിഹാദിന് പോലും ഇത്രയേറെ പുണ്യമില്ല, അതിനേക്കാൾ ഏറെ പുണ്യകരമാണ് ഈ 10 ദിനരാത്രങ്ങൾ അള്ളാഹുവിൻ്റെ അടുക്കൽ. എന്നിട്ട് ഒന്നുകൂടി പ്രവാചകർ ചേർത്ത് പറഞ്ഞു, ഒരാളൊഴിച്ച് അയാൾ തൻ്റെ സമ്പത്തും ശരീരവും കൊണ്ട് അള്ളാഹുവിൻ്റെ മാർഗത്തിൽ പുറപ്പെടുകയും ഒന്നുമില്ലാതെ തിരിച്ചു വരാതിരിക്കുകയും ചെയ്തു. അങ്ങനെയുള്ള ഒരാളൊഴിച്ച് മറ്റാരും ഏത് സൽക്കർമ്മങ്ങൾ ചെയ്തതിനേക്കാളും പുണ്യകരമാണ് ഈ 10 ദിനരാത്രങ്ങൾ ചെയ്യുന്നത്, അള്ളാഹുവിൻ്റെ അടുക്കൽ ഏറ്റവും പ്രിയങ്കരമാണ് എന്ന് മഹാനായ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയുണ്ടായി. ഈ ദുൽഹജ്ജിൻ്റെ 10 ദിനരാത്രങ്ങളിൽ നമുക്ക് ചെയ്യാനുള്ള അമലുകൾ എന്തൊക്കെയാണ്? ഏറ്റവും ആദ്യം ഒരാൾക്ക് ഉംറ കർമ്മമോ ഹജ്ജ് കർമ്മമോ നിർവഹിക്കാൻ സാധിച്ചാൽ അത് ഏറ്റവും വലിയ പുണ്യമുള്ള കാര്യമാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ സൂചിപ്പിക്കുകയുണ്ടായി, അൽ ഉംറത്തു ഇലൽ ഉംറത്തി കഫാറത്തു ലിമാ ബൈനഹുമ. ഒരു ഉംറയ്ക്ക് ശേഷം വീണ്ടും അടുത്ത ഒരു ഉംറ ചെയ്യുക എന്നുള്ളത് 2 ഉംറകൾക്കിടയിൽ സംഭവിച്ചു പോയ ചെറുപാപങ്ങൾ അല്ലാഹു മാപ്പാക്കി തരുന്നതാണ്. വൽ ഹജ്ജുൽ മബ്റൂറു ലൈസ ലഹു സവാബുൻ ഇല്ലൽ ജന്ന. നന്മ നിറഞ്ഞ പുണ്യകരമായ ഹജ്ജിന് അള്ളാഹുവിൻ്റെ അടുക്കൽ സ്വർഗമല്ലാതെ മറ്റൊരു പ്രതിഫലവുമില്ല. അപ്പോൾ ഒന്നാമതായിട്ട് ഈ 10 ദിനരാത്രങ്ങളിൽ നമുക്ക് ചെയ്യുവാനുള്ളത് ഹജ്ജ് കർമ്മം, ഉംറ കർമ്മമാണ്. അത് കഴിഞ്ഞാൽ നമുക്ക് ചെയ്യുവാനുള്ളത് സിയാമാണ്, അഥവാ നോമ്പനുഷ്ഠിക്കലാണ്. ദുൽഹജ്ജിൻ്റെ 10 ദിനരാത്രങ്ങളിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു നോമ്പാണ് അറഫ ദിവസത്തെ നോമ്പ്. അറഫ നോമ്പിനെ സംബന്ധിച്ച് മഹാനായ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങൾ പറയുകയുണ്ടായി, സിയാം യൗമി അറഫ അഹ്തസിബു അലല്ലാഹി അൻ യുകഫിറ അസ്സനതല്ലതി ഖബലഹു വല്ലതി ബഅദഹു. അഥവാ ഒരാൾ അറഫയുടെ നോമ്പനുഷ്ഠിക്കുകയാണെങ്കിൽ അറഫ ദിവസത്തെ നോമ്പനുഷ്ഠിക്കുന്നത് കൊണ്ട് ഒരാൾക്ക് ലഭിക്കുന്ന പുണ്യകർമ്മം കഴിഞ്ഞ ഒരു വർഷത്തെ ചെറുപാപങ്ങളും വരാനിരിക്കുന്ന ഒരു വർഷത്തെ ചെറുപാപങ്ങളും അള്ളാഹു അത് മുഖേന നമുക്ക് മാപ്പാക്കി തരുന്നതാണ്. 2 വർഷത്തെ പാപങ്ങൾ അള്ളാഹു സുബ്ഹാനഹു വ തആല നമുക്ക് മാപ്പാക്കി തരുന്നതാണ്. അതുകൊണ്ട് അറഫ ദിവസത്തെ നോമ്പ് കൃത്യമായി നാം അനുഷ്ഠിക്കാൻ ശ്രമിക്കുക. കൂട്ടത്തിൽ തിങ്കൾ, വ്യാഴം ദിവസങ്ങളിൽ നോമ്പ് നമ്മൾ അനുഷ്ഠിക്കുക. ഈ 10 ദിവസങ്ങളുടെ ഇടയിൽ വരുന്ന തിങ്കളാഴ്ച ദിവസവും വ്യാഴാഴ്ച ദിവസവും നോമ്പനുഷ്ഠിക്കാൻ വേണ്ടി പ്രത്യേകം ശ്രദ്ധിക്കുക. കാരണം തിങ്കൾ, വ്യാഴം ദിവസങ്ങൾ ഓൾറെഡി നമുക്ക് സുന്നത്താണ്. ദുൽഹജ്ജ് 1 മുതൽ 9 വരെ നോമ്പനുഷ്ഠിക്കുന്ന വിഷയത്തിൽ ചില പണ്ഡിതന്മാർ അഭിപ്രായ വ്യത്യാസരാണ്. ചില പണ്ഡിതന്മാർ പറയുന്നു അങ്ങനെ നോമ്പ് സുന്നത്തില്ല, കാരണം നബിയോ സഹാബികളോ അങ്ങനെ നോമ്പനുഷ്ഠിച്ചായിട്ട് തെളിവില്ല. എന്നാൽ മറ്റ് ചില പണ്ഡിതന്മാർ പറയുന്നു പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഹദീസ് പൊതുവായി വന്നിട്ടുള്ളതാണ്, അൽ അമലു സ്വാലിഹു ഫീഹ, അതിലുള്ള സൽക്കർമ്മങ്ങൾ. അവിടെ അൽ അമലു സ്വാലിഹു സൽക്കർമ്മത്തിൽ പെട്ടതാണല്ലോ നോമ്പ്. അതുകൊണ്ട് ദുൽഹജ്ജ് 1 മുതൽ 9 വരെ തുടർച്ചയായിട്ട് നോമ്പനുഷ്ഠിക്കാം എന്നഭിപ്രായപ്പെട്ട പണ്ഡിതന്മാരുമുണ്ട്. ഏതായിരുന്നാലും നോമ്പും വളരെ പ്രധാനപ്പെട്ട ഒരു കർമ്മമാണ് ഈ ദിവസങ്ങളിൽ. അത് കഴിഞ്ഞാൽ നമുക്ക് ചെയ്യാനുള്ള മറ്റൊരു കർമ്മമാണ് ഉളഹിയ അറക്കുക എന്നുള്ളത്. ഉളഹിയ അറവിനെ സംബന്ധിച്ച് ധാരാളം ഹദീസുകൾ കാണാൻ സാധിക്കും. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ തടിച്ച കൊഴുത്ത 2 ആട്ടിനെ അറുത്തതായിട്ട് ഹദീസിൽ വരുന്നുണ്ട്. മാത്രമല്ല പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ ഉളുഹിയ അറുത്ത് കൊടുക്കുവാൻ വേണ്ടിയിട്ട് നിർദ്ദേശിച്ച ധാരാളം ഹദീസുകളുണ്ട്. കൂടാതെ മഹാനായ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഉളുഹിയ ബലി അറുത്ത് കൊടുക്കുന്നതിൻ്റെ പ്രതിഫലത്തെക്കുറിച്ച് പറഞ്ഞപ്പോൾ ബികുല്ലി ശഅറത്തിൻ ഹസന എന്നുകൂടി പറയുകയുണ്ട്. അഥവാ അതിൻ്റെ ഓരോ രോമങ്ങൾക്ക് തത്തുല്യമായ പ്രതിഫലം അല്ലാഹു സുബ്ഹാനഹു വ തആല നൽകും. അതുകൊണ്ട് സാമ്പത്തികമായിട്ട് എന്തെങ്കിലും ബലി അറുത്ത് കൊടുക്കാനുള്ള കഴിവുണ്ട് എങ്കിൽ തീർച്ചയായിട്ടും അതിൽ പങ്കാളികളായി തീരുവാൻ വേണ്ടി ശ്രമിക്കുക.
ഒരാട്ടിനെ ഒരാൾക്ക് സ്വന്തമായിട്ട് അറുക്കാൻ സാധിക്കാത്ത പക്ഷം 7 പേര് ചേർന്നിട്ട് ഒരു മാടിനെയോ അല്ലെങ്കിൽ ഒരു ഒട്ടകത്തെ അറുക്കാമെന്നുള്ള സരളത കൂടി അള്ളാഹുവിൻ്റെ ദീൻ നമുക്ക് നൽകുന്നുണ്ട്. ഇപ്രകാരം തന്നെ ഈ ദിനങ്ങളിൽ ചെയ്യാൻ പറ്റുന്ന മറ്റൊരു സൽക്കർമ്മമാണ് തൗബ ചെയ്യുക എന്നുള്ളത്. നമ്മൾ ഒരുപാട് പാപങ്ങൾ ചെയ്തു പോകുന്നുണ്ട്. ആ പാപങ്ങളിൽ നിന്നും തൗബ ചെയ്ത് മടങ്ങാനുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ദിനരാത്രങ്ങളാണിത്. ഒരു ഭാഗത്ത് ഹാജിമാർ അവരുടെ പാപങ്ങൾ കഴുകിക്കഴിയുമ്പോൾ, മറുഭാഗത്ത് ഹജ്ജിന് പോകാത്ത ആളുകളെ സംബന്ധിച്ചും അവർക്ക് തൗബ ചെയ്യാനുള്ള ഏറ്റവും നല്ല സന്ദർഭങ്ങളാണ് ഈ ദിനരാത്രങ്ങൾ. അപ്രകാരം തന്നെ സ്വതക്ക ചെയ്യുക, സ്വതക്ക വർദ്ധിപ്പിക്കുവാനുള്ള ഏറ്റവും നല്ല സന്ദർഭമാണ്. ധാരാളം പുണ്യവും അള്ളാഹുവിൻ്റെ അടുക്കൽ ഏറ്റവും പ്രിയങ്കരമാണ് ഈ ദിവസങ്ങളിൽ സ്വതക്ക ചെയ്യുന്നത്. അപ്രകാരം തന്നെ തക്ബീർ വർദ്ധിപ്പിക്കുക. തക്ബീറും തഹ്ലീലും തഹ്മീദും തസ്ബീഹും അഥവാ ലാ ഇലാഹ ഇല്ലല്ലാ, അൽഹംദുലില്ലാ, സുബ്ഹാനല്ലാ, അല്ലാഹു അക്ബർ, ഈ ദിക്റുകൾ വർദ്ധിപ്പിച്ചുകൊണ്ടിരിക്കുവാനും പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ പ്രത്യേകം നമ്മോട് നിർദ്ദേശിച്ചതായിട്ട് ഹദീസുകളിൽ കാണാൻ സാധിക്കും. അതിൽ തക്ബീർ ധാരാളമായി ചൊല്ലുവാൻ വേണ്ടി മൃഗങ്ങളെ കാണുമ്പോഴും പുറത്ത് പട്ടണങ്ങളിലേക്ക് പോകുമ്പോഴും, മഹാനായ ഇബ്നു ഉമർ റളിയല്ലാഹു തആല അൻഹു, അബൂ ഹുറൈറ റളിയല്ലാഹു തആല അൻഹു പട്ടണങ്ങളിലേക്ക് പ്രവേശിക്കുമ്പോൾ, സൂക്കുകളിലേക്കും ടൗണുകളിലേക്കും പോകുമ്പോൾ ഉറക്കെ ദിക്ർ ചെയ്യുകയും അത് കേട്ട് കച്ചവടക്കാരായ ആളുകളും ഉറക്കെ തക്ബീർ ചെല്ലുകയും ചെയ്യുമായിരുന്നു എന്ന് ഹദീസുകളിൽ കാണാം. എങ്ങനെ നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഖുർആൻ പാരായണം, ജമാഅത്തായിട്ടുള്ള നമസ്കാരങ്ങൾ, സുന്നത്ത് നമസ്കാരങ്ങൾ വർദ്ധിപ്പിക്കുക, ഇത്തരത്തിലുള്ള ധാരാളം കർമ്മങ്ങൾ കൊണ്ട് ഈ 10 ദിനരാത്രങ്ങൾ നാം സജീവമാക്കി തീർക്കുവാൻ വേണ്ടി ശ്രമിക്കുക. ഏറ്റവും അവസാനമായി പെരുന്നാൾ ദിവസം കുടുംബങ്ങളെ സന്ദർശിക്കുന്നതും പാവങ്ങൾക്ക് ധർമ്മങ്ങൾ ചെയ്യുന്നതും എല്ലാവരെയും സന്തോഷിപ്പിക്കുക ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും വലിയ സുവർണ അവസരമാണിത് എന്ന് മനസ്സിലാക്കി ധാരാളം കർമ്മങ്ങളിൽ ഏർപ്പെടുക. അള്ളാഹു സുബ്ഹാനഹു വ തആല ഈ ദിനരാത്രങ്ങൾ അള്ളാഹുവിൻ്റെ അടുക്കൽ ഏറ്റവും പുണ്യകരമായ കാര്യങ്ങൾ ചെയ്ത് അവൻ്റെ ഏറ്റവും പ്രിയപ്പെട്ട ദാസന്മാരായി മാറുവാൻ നമുക്കും കുടുംബത്തിനും സാധിക്കട്ടെ. വആഖിറു ദഅവാന അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ.